ഹാർഡ്വെയർ വിപണന രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള ഫൗസിയ ഡ്രീം ഹോമിന്റെ വിപുലീകരിച്ച ഷോറൂം പെരുമ്പാവൂർ പാലക്കാട്ട് താഴം ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ലോകോത്തര നിലവാരമുള്ള കമ്പനികളുടെ കിച്ചൺ ആക്സസറീസ്, ഗ്ലാസ്, ACP ഷീറ്റ്, പ്ലൈവുഡ്, മൾട്ടിവുഡ്, MDF, പാർട്ടിക്കിൾ ബോർഡ്, ഡെക്കറേറ്റീവ് വിനീർ, ഡോർ ലോക്ക് കൂടാതെ മറ്റനേകം ഹാർഡ്വെയർ ഐറ്റംസുകളും മിതമായ നിരക്കിൽ ഒരുക്കിക്കൊണ്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫൗസിയ ഡ്രീം ഹോം, നിയർ ഫൗസിയ വേബ്രിഡ്ജ്, AM റോഡ്, പാലക്കാട്ട് താഴം, പെരുമ്പാവൂർ. അപ്പോൾ മെയ് 13 ജോജോ എന്ന് പറയുന്നൊരു സിനിമ ഇന്ന് റിലീസാകാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ പ്രധാന കഥാപാത്രമായ ജോമോളാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ മലയാളത്തിലെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് ചാമിങ് ആക്ട്രസ് നിഖില വിമൽ. താങ്ക് യു. വെൽക്കം ടു ദ ഷോ. അപ്പോൾ ജോജോ മെയ് 13 റിലീസാവാണ്. എന്താണ് എൻ്റെ കഥാപാത്രത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ജോമോൾ എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. ജോമോളും ജോമോൻ്റെയും സിനിമയാണ്. ജോമോളും ജോമോൻ്റെയും മാത്രമല്ല, ബാക്കി ഒരു കുറച്ച് ക്യാരക്ടേഴ്സും കൂടി ഉണ്ട് സിനിമയിൽ. നസ്ലനും മെൽവിൻ ചെയ്യുന്ന ഒരു ക്യാരക്ടറുണ്ട്, നസ്ലൻ ചെയ്യുന്ന ഒരു ക്യാരക്ടറുണ്ട്, ജോണി ചേട്ടനുണ്ട്, സ്മിനി ചേച്ചിയുണ്ട്. അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകളുള്ള സിനിമയാണ്. ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലുള്ള ലോക്ക്ഡൗൺ കാലത്ത് നടക്കുന്ന ഒരു കഥ പറയുന്ന ഒരു സിനിമയാണ്. ഇപ്പോൾ കൊറോണയും ലോക്ക്ഡൗൺ കാലത്തായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന സിനിമയാണ്. ഒരു സെക്കൻഡ് ലോക്ക്ഡൗണിന് ആ സമയത്ത് നടക്കുന്ന ഒരു കഥയായിട്ടാണ് സിനിമ മൊത്തത്തിൽ ഉള്ളത്. അപ്പോൾ ലോക്ക്ഡൗൺ കാലവും കൊറോണയും ആണ് നമ്മൾ ഫോക്കസ് ചെയ്തത് ഒരു സിനിമ? ഇല്ല, അതായത് ലോക്ക്ഡൗൺ കാലത്ത് പ്ലേസ് ചെയ്യപ്പെടുന്ന ഒരു സിനിമ എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ അതായത് കൊറോണ ആണ് എന്നുള്ളതോ അങ്ങനെയൊന്നും കാണിക്കുന്നില്ല. വീട്ടിലടച്ചിടപ്പെടുന്ന അവസ്ഥയിലുണ്ടാവുന്ന ആൾക്കാർ എല്ലാവരും അങ്ങനെ. അതായത് എന്ന് വിചാരിച്ച അതൊരു ഡാർക്ക് സിനിമയല്ല, അതിനെ ഏറ്റവും എത്രത്തോളം ഫണ്ണായിട്ട് പറയാൻ പറ്റുമോ അത്രത്തോളം ഫണ്ണായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു സിനിമയാണ്. ഇതൊരു സൂപ്പർ ശരണ്യ തണ്ണീർമത്ത ജനങ്ങളൊക്കെ പോലെ ഒരു ഫുള്ളി എന്റർടൈൻമെന്റ് മൂവി ആയിരിക്കാം. അതുപോലെ ആയിരിക്കും അതൊക്കെ ഇറങ്ങി ഇപ്പോൾ ഹിറ്റായിട്ടുള്ള സിനിമകളാണല്ലോ. ഇനിയിപ്പോൾ ഇത് ഇറങ്ങിയാലേ അറിയുള്ളൂ എങ്ങനെയാണ് ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യാന്നുള്ളത്. അങ്ങനെ ഒരു എന്റർടൈൻമെന്റ് സിനിമയാണ്. അപ്പോൾ നിഖില എങ്ങനെയാണ് ഒരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നത്? ഇങ്ങനെ ഡയറക്ടർ വന്നു അല്ലെങ്കിൽ കഥ വന്ന് പറയുമ്പോൾ കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യാൻ. ഞാൻ കഥ ഒബ്വിയസ്ലി നോക്കാറുണ്ട്, കഥാപാത്രം നോക്കാറുണ്ട്, എത്രത്തോളം പ്ലേസ്മെന്റ് ഉണ്ട് നോക്കാറുണ്ട്, എല്ലാം നോക്കാറുണ്ട്. മൊത്തത്തിൽ ആ സിനിമയുടെ മൊത്തത്തിലുള്ള പ്രൊഡക്ഷൻ വാല്യൂ, കോസ്റ്റ് ഒക്കെ നോക്കാറുണ്ട്, എല്ലാം നോക്കാറുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ടീമായിട്ട് വർക്ക് ചെയ്തപ്പോൾ ഒരു എക്സ്പീരിയൻസ്? എനിക്കിവരൊക്കെ കൂടെ വർക്ക് ചെയ്തിട്ടും അല്ലാതെയൊക്കെ പരിചയമുള്ള ആൾക്കാരാണ്. ഒരുവിധം മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള കുറേ ആൾക്കാർ സിനിമയിലുണ്ട്. ഫാമിലി എന്നുള്ളതിനെക്കാട്ടിലും ഭയങ്കര ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു സിനിമ ചെയ്യുന്നു എന്നുള്ളൊരു ഫീല് ഉണ്ടായിരുന്നു. കാരണം അരുണേട്ടൻ്റെ ഫസ്റ്റ് സിനിമയാണ്. 10-12 വർഷമായിട്ട് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അരുണേട്ടൻ്റെ ഒക്കെ ഒരു ഫസ്റ്റ് സിനിമയിൽ ചെയ്യാന്ന് പറയുന്നത് ഒരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം നാളെ മേ ബി അവരൊക്കെ വലിയ ആൾക്കാരായി കഴിഞ്ഞാൽ അവരുടെ ഫസ്റ്റ് സിനിമയിൽ നമ്മളാണ് എന്നുള്ളൊരു ഇതുണ്ടാവല്ലോ. അതുണ്ട്. ഒരുവിധം കാസ്റ്റ് ക്രൂ ഒക്കെ ചെറിയ പരിചയമുള്ള ആൾക്കാരാണ്, കുറേ കൂടി യങ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഒരു വൈബ് ഭയങ്കരമായിട്ട് സെറ്റ് ആവായിരുന്നു. നല്ല അടിപൊളി ടീമാണ്. അപ്പോൾ ജോൺജോയുടെ ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത് കുടുംബത്തിൽ പശ്ചാത്തലൊരു ചേച്ചിയും അനിയനും ആ ഒരു ഫുൾ വൈബാണോ പടം മൊത്തം? ഇല്ല, ചേച്ചിയുടെയും അനിയൻ്റെയും മാത്രം കഥയല്ല. പറഞ്ഞില്ലേ മാത്യുവും അതുണ്ട്. മാത്യുവും നസ്ലനും മെൽവിനും അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ പറയുന്നതും കൂടെ സിനിമയാണ്. അപ്പോൾ ഫാമിലി ഉണ്ട് ഒബ്വിയസ്ലി, അവരുടെ സാധനങ്ങൾ, അവരുടെ അതേപോലെ അങ്ങനെ വാല്യൂസോ അങ്ങനെ ഒന്നും എടുത്ത് പോർട്രേ ചെയ്യുന്ന സിനിമയല്ല. കണ്ടു പോകുമ്പോൾ നിങ്ങൾക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും എന്നുള്ളത്. അങ്ങനെ ഒരു പരിപാടിയാണ്. അങ്ങനെ ഭയങ്കര മോറൽ വാല്യൂസും എത്തിക്സും അങ്ങനെയൊന്നും പറയുന്ന സിനിമയല്ല. ഒരു എന്റർടൈൻമെന്റ് സിനിമ, അത്രേ ഉള്ളൂ. അടിപൊളിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആണ്. അങ്ങനെയല്ല എടുത്തു പറയേണ്ടതെന്നുള്ള മാത്യു ഒരു നല്ല ആക്ടറാണ്, നല്ല
പ്രിപ്പയർ ആയിട്ട് വരുന്ന ആ ഒരു സീൻ നന്നാവണം എന്ന് വിചാരിക്കുന്ന ഒരു ആക്ടറാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോട് വർക്ക് ചെയ്യുമ്പോൾ നമുക്കും കുറേയും കൂടെ എഫേർട്ട് ഇടാനും കൂടുതൽ വർക്ക് ചെയ്യാനും ഒക്കെ തോന്നും. അപ്പോൾ അതൊരു ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഈ ഒരു കഥാപാത്രം ചേച്ചിയായിട്ടല്ലേ, അപ്പോൾ റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയായിരുന്നോ വീട്ടിൽ? എനിക്ക് ചേച്ചിയാണ്. അപ്പം ചേച്ചി അനിയൻ സാധനങ്ങൾ എനിക്ക് അറിഞ്ഞൂടാ. ചേച്ചി അനിയത്തി സാധനങ്ങളിൽ ഈ പറയുന്ന അടിയും പിടിയും വഴക്കും ഒക്കെ ഞങ്ങൾ തമ്മിൽ ഉണ്ടാവാറുണ്ട്. എന്താ പറയുക, നല്ല 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 രീതിയിലുള്ള സാധനങ്ങളുണ്ട്, അടിയും വഴക്കും ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം ചില ഡയലോഗുകൾ കാര്യങ്ങളും ഒക്കെ എല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം, കുറേ കാര്യങ്ങൾ കാണുന്ന എല്ലാവർക്കും അവരുടെ ഫാമിലിയിൽ നടക്കുന്ന ഒരു കാര്യമായിട്ട് അതിനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതൊരു സാധാരണ ഫാമിലിക്ക്, അതായത് ഈ ഒരു ചേട്ടൻ അനിയത്തി അല്ലെങ്കിൽ ചേച്ചി ചേട്ടനൊക്കെ ഏതൊരു സാധാരണക്കാർക്ക് ശരിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോറി തന്നെയാണ് അല്ലേ? അപ്പോൾ ഈ സിനിമ കാണുമ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇമോഷണൽ ടച്ച് ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ? പറ്റുമായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. കാരണം എല്ലാ കാര്യങ്ങളും നിങ്ങളുടെയൊക്കെ ഫാമിലിയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പം കൂത്താട്ടുകുളം അപ്പുറത്താണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് തോന്നുന്നു ഇപ്പം നിങ്ങൾ ട്രെയിലറിൽ കണ്ടത് മാത്രമല്ല, സിനിമയിലുള്ള എല്ലാ സീക്വൻസുകളും നിങ്ങളുടെ വീട്ടിൽ കണ്ടിട്ടുള്ളതാണ്. ഒന്നും അതായത് ഔട്ട് ഓഫ് ദ വേ ഫാൻറ്റസീസ് ഒന്നും ഈ സിനിമയിലില്ല. എല്ലാം എല്ലാ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ അനിയത്തിയോ അനിയനോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ വഴക്കുണ്ടാക്കുന്നതും നിങ്ങൾ അമ്മയോട് പറയുന്നതും നിങ്ങൾ അച്ഛനോട് പറയുന്നതും നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അയ്യോ ഞാനിത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന തരം അങ്ങനത്തെ കാര്യങ്ങളാണ് മൊത്തം സിനിമയിൽ ഉള്ളത്. അപ്പോൾ നിഖിലേക്ക് എങ്ങനെയുള്ള റോളുകൾ ചെയ്യാൻ താല്പര്യം? ഇപ്പോൾ റൊമാൻറ്റിക് റോളുകളാണോ, സീരിയസ് റോളുകളാണോ? ഇന്നൊരു പർട്ടിക്കുലർ സംഭവം ഇല്ല. ഇല്ല, അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനും ഉണ്ടാവില്ല. എല്ലാവർക്കും എല്ലാ സാധനങ്ങളും എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാകും. ചിലതിൽ കംഫർട്ടബിൾ ആയിരിക്കും, പക്ഷെ എനിക്കറിയില്ല, എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമുണ്ടായിരുന്നു. അതെ, ഇതിപ്പോൾ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പം ചിരിക്കുമോ എന്നുള്ളത് നാട്ടുകാരുടെ കയ്യിലല്ലേ ഇരിക്കണം, അതെനിക്ക് അറിഞ്ഞൂടാ. അവർ ഇനിയിപ്പോൾ സിനിമ കണ്ടിട്ട് അവർ ചിരിക്കും എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മേ ബി ഞാൻ ചെയ്യുന്നത് നല്ലതായിരിക്കാം. ഇപ്പം എനിക്കറിയില്ല, ഞാൻ ചെയ്തിട്ടുണ്ട്, എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല ചെയ്തപ്പോൾ. അത് എത്രത്തോളം തമാശയായിട്ട് വർക്കൗട്ടായി വന്നിട്ടുണ്ട്. ഇല്ല, ഇതിനകത്തുള്ളതൊക്കെ സിറ്റുവേഷണൽ സിറ്റുവേഷണൽ കോമഡികളാണ്. സീരിയസ് റോളല്ല, ഒരു പൊട്ടിത്തെറിച്ച ഒരു അടിച്ചമർത്തൽ പരിപാടികളൊന്നുമില്ല. ഇതിപ്പം വീട്ടിലിപ്പം അനിയനുണ്ടോ അനിയത്തിയുണ്ടോ ആരെങ്കിലും? അനിയനുണ്ട്, വഴക്ക് ഉണ്ടാക്കാറില്ല. അതിപ്പം അത് സീരിയസ് ആയതുകൊണ്ടല്ല നമ്മൾ വഴക്കുണ്ടാക്കണേ. വെറുതെ വീട്ടിൽ എന്തിനെങ്കിലും ഇപ്പം നമ്മൾ പറയില്ല ഉള്ളി പൊളിച്ച കാര്യത്തിലാണ് വഴക്കുണ്ടാക്കണേ പറ്റില്ല. അത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾക്കായിരിക്കും നമ്മൾ വഴക്കുണ്ടാക്കണം. അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ സിനിമയിലുള്ളൂ. ഇതിൽ എന്താ പറയുക, അങ്ങനെ ഒരു ഞാൻ പറഞ്ഞില്ല ഔട്ട് ഓഫ് ദ വേ ഒരു കാര്യങ്ങളും ഇല്ല. ഭയങ്കര ഒരാൾ സീരിയസ് ആയിട്ടോ അങ്ങനെ ഒന്നുമില്ല. സിനിമയിലുള്ളതൊക്കെ സിറ്റുവേഷണൽ കോമഡികളാണ്. അതിന് ഹ്യൂമറിന് വേണ്ടിയിട്ടുള്ള ഹ്യൂമറില്ല, ഹ്യൂമറിന് വേണ്ടിയിട്ട് ആരും കോമഡി ഡയലോഗ്സ് പറയുന്നില്ല, ഒന്നുമില്ല. സിറ്റുവേഷനനുസരിച്ചിട്ട് ആൾക്കാർ. അപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്താണോ ഡയലോഗ്സ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത്? ഇല്ല, അതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് രവീഷ് ഏട്ടനും അരുണേട്ടനും കൂടിയാണ്. അപ്പോൾ അവരുടെ തന്നെ സ്ക്രിപ്റ്റിൽ ഒരു 70-75% കാര്യങ്ങളുണ്ട്. പിന്നെ ഒരു കുഞ്ഞു ഇംപ്രവൈസേഷൻസ് ഒക്കെ ഉള്ളൂ. അതായത് എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അതിനകത്തുള്ള ഒരു ക്യാരക്ടറിന് ഇങ്ങനെ പറഞ്ഞാൽ കൊള്ളായിരിക്കും എന്ന് തോന്നുന്ന പോലെയുള്ള കാര്യങ്ങൾ മാത്രം, അത്രേ ഉള്ളൂ. വേറെ ബാക്കിയൊക്കെ സ്ക്രിപ്റ്റിലുള്ളതാണ്, ഒന്നും പുതിയതായിട്ട് നമ്മൾ കൊണ്ടുവന്നത്. ഈ ഉള്ളതിനകത്തുള്ള ഇംപ്രവൈസേഷൻസ് മാത്രമേ. ഒരു വീടിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണോ അതോ മൊത്തത്തിൽ ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുന്നുണ്ടോ? ഇല്ല, വീടിനെ ചുറ്റിപ്പറ്റിയുള്ള പ്രദേശങ്ങൾ മാത്രമേ സിനിമ. നല്ല ലോക്ക്ഡൗൺ കാലത്തെ സിനിമയാണ്. അപ്പം എൻ്റെ പോർഷൻസ് അധികവും വീട്ടിൽ തന്നെയായിരുന്നു, പുറത്തേക്കൊന്നും ഉണ്ടായിരുന്നില്ല. ആ വീടിന് പുറത്ത്. ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് അതായത് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉള്ള സമയം തന്നെയാണ്. ഇപ്പൊ ഉള്ളതിലും കുറേ കൂടെ സ്ട്രോങ് ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ലോക്ക്ഡൗൺ അല്ല. സിനിമയാണ്. അപ്പോൾ ലാസ്റ്റ് 2 സിനിമകൾ മമ്മൂക്കയുടെയും ദുൽഖറിൻ്റെ ഒക്കെ ഒപ്പം അഭിനയിച്ചില്ല, അവരുടെ കൂടെ അഭിനയിച്ചപ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്? അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവരുടെ കൂടെ ഒരുപാട് കാര്യങ്ങൾ നല്ല എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ പറ്റി എന്നുള്ളതാണ്. അവരുടെ കൂടെ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരോട് നമ്മൾ സിനിമകൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി
നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും, കുറേ കാര്യങ്ങൾ നമ്മൾ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും, പുതിയ പുതിയ കോൺവെർസേഷൻസ് ഉണ്ടാവും, ഒരുപാട് ആൾക്കാർ. ഇല്ല, സിനിമയ്ക്ക് ശേഷം അങ്ങനെ ഒരു ഇതില്ല, പക്ഷെ സിനിമയുടെ സമയത്ത് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു നല്ല ബോണ്ട് ഉണ്ടായിരുന്നു, അങ്ങനെ സംസാരിക്കാനും ഒക്കെ. പിന്നെ ആ സിനിമയിലും വളരെ കുറച്ച് ആർട്ടിസ്റ്റുകളെ ഉണ്ടായിരുന്നുള്ളൂ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ. ഞാനും മമ്മൂക്കയും ആ കുട്ടിയും മാത്രമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം കോൺവെർസേഷൻസ് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നില്ല. ഒരു കണ്ടിട്ടുണ്ട്, ആ സോങ് ഷൂട്ടിൻ്റെ ഇടയ്ക്കാണ് കണ്ടിട്ടുള്ളത്. പിന്നെ ഡെത്ത് സീക്വൻസിൻ്റെ സമയത്തും. മറ്റേത് ഞാൻ മരിച്ചെടുക്കായിരുന്നു. സോങ്സ് നമ്മൾ അത്രയും സംസാരിച്ചിട്ടുള്ളൂ. അങ്ങനെ ഇല്ല, അതൊരു ഗസ്റ്റ് റോളായിരുന്നു. അങ്ങനെ ആ ഗസ്റ്റ് റോളായിട്ടാണ് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു സോങ്ങും ഇതൊക്കെ ഉള്ളൊരു ഗസ്റ്റ് റോൾ എന്നുള്ള രീതിയിലാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് ചെയ്തത്. ഇനിയിപ്പോൾ ഒരാളുടെ കൂടെ അഭിനയിക്കണമെന്ന് ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ആരുടെ കൂടെ അഭിനയിക്കണമെന്ന്? എല്ലാവരുടെയും കൂടെ റിപ്പീറ്റഡ്ലി അഭിനയിക്കുന്നത്. ഈ പറയുന്ന ആൾക്കാരോടൊന്നും വർക്ക് ചെയ്ത് എനിക്ക് മതിയായിട്ടില്ലേ പോലെ എല്ലാവരുടെ കൂടെയും കുറച്ച് സീക്വൻസുകളും കാര്യങ്ങളും ഉണ്ടായിട്ടുള്ളൂ. വലിയ സിനിമകൾ ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. എന്തും, അതായത് ഇപ്പം മലയാളം ആണെങ്കിലും എനിക്ക് മലയാള സിനിമകൾ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. മലയാള സിനിമകൾ ചെയ്യാൻ ഭയങ്കര കംഫർട്ടായിട്ടുള്ളൊരു ഇതാണ്. ഞാൻ ചെയ്യുന്നുണ്ട്, വേറെ ലാംഗ്വേജ് സിനിമകളും ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഒരു തമിഴ് സിനിമ ചെയ്യുന്നുണ്ട്, തമിഴിൽ ചെയ്തിട്ടുണ്ട്, തെലുങ്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് പോണതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഇവിടെ എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ്. തമിഴും ചെയ്യാൻ എനിക്കിഷ്ടമാണ്. തെലുങ്ക് ഞാൻ 2 സിനിമകളെ ചെയ്തിട്ടുള്ളൂ, അത് കഴിഞ്ഞിട്ടൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ മെയ് 13 ജോജോ റിലീസാണ്. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? മെയ് 13 റിലീസാണ്. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണണം. കുറേ ആൾക്കാർക്കൊരു സംശയം ഉണ്ടത് OTT ആണോ എന്നുള്ളത്. അല്ല, ഇത് തിയേറ്റർ സിനിമയാണ്. അന്ന് ഒരുപാട് സിനിമകൾ കാണുന്നുണ്ട്, എല്ലാം ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് എന്താ പറയുക, എല്ലാം കമ്പാരിറ്റീവ്ലി ചെറിയ സിനിമകളാണ്. എല്ലാ സിനിമകളെയും സപ്പോർട്ട് ചെയ്യുക. എല്ലാ സിനിമകളും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. കണ്ട് നിങ്ങൾ എൻ്റർടൈൻഡ് ആവും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് പറയുക. ഓക്കെ, താങ്ക് യു. അപ്പോൾ എൻ്റെ കരിയറിലെ ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂ ആണ്. ഓ ശരി, കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ അത് നിഖില ചേച്ചിനെ തന്നെ കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു. ഒരു വലിയ ആങ്കറായി തീരട്ടെ, വലിയ ആളാവട്ടെ. ശരി, താങ്ക് യു.